ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ അംഗൻവാടിക്കാരെല്ലാവരും കൂടിയിട്ട് ടൂർ പോകാമെന്ന്. അപ്പോൾ ഒരു 5:45 6 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. വിജയശേട്ടനെ കൊണ്ടുവന്നാക്കി തന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്നായിരുന്നു വണ്ടി. അവിടെ നിന്ന് കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരേനൊക്കെ നമ്മൾ എടുത്തിട്ടാണ് പോയത്, അകലം വഴിയിലുള്ളവരേനെ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം വണ്ടിയൊക്കെ വന്നപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി. പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. പിന്നെ പുറത്തുനിന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറേ സമയമൊക്കെ പോവും. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡൊന്നും കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കൂടെയുള്ളൊരു ചേച്ചിയുടെ ബന്ധു തന്നെ ഉണ്ടാക്കി തന്നു വെജിറ്റബിൾ ബിരിയാണി. പിന്നെ ചിക്കൻ ബിരിയാണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ വീടുകളിൽ നിന്നൊക്കെ ഒരുവിധം പേരുടെ വീടുകളിൽ നിന്നൊക്കെ മലക്കി പോണതായിരുന്നു. അത് കാരണം ചിക്കൻ ബിരിയാണി ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ പേർക്ക് പുലർച്ചയ്ക്ക് എണീറ്റിട്ട് ഛർദ്ദിക്കാൻ വരലും വണ്ടിയിൽ കയറിയപ്പോൾ അങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറേ പേര് നല്ലോണം എൻജോയ് ചെയ്തു. കുറച്ച് നേരം വിഷമങ്ങളുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല സന്തോഷമായി. പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ കുറച്ചൊക്കെ അങ്ങോട്ട് പോയിട്ട് ഒരു പെട്രോൾ പമ്പിൽ ഒരു 8:30 9 മണിയൊക്കെ ആയപ്പോൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ വന്നപ്പോഴാണ് ഒരുമിച്ച് എല്ലാവരും ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റിയത്. എന്നിട്ട് നമ്മളതിനെ ആലുവയിൽ കൊണ്ടുവന്ന് ഇറക്കി. അപ്പോൾ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എടപ്പള്ളിയിൽ വന്നിറങ്ങണം എന്ന്. അപ്പോൾ നമ്മൾ മെട്രോയിൽ ആലുവയിൽ വന്നിറങ്ങിയത് മെട്രോയിൽ കയറാനാണ്. മെട്രോയിൽ കയറിയിട്ട് നമ്മൾ എടപ്പള്ളിയിലേക്ക് ഉള്ള ടിക്കറ്റൊക്കെ എടുത്തു. എന്നിട്ട് നമ്മളതിനെ ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഉള്ളിലേക്ക് വിട്ടു. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ആദ്യത്തെ അനുഭവം തന്നെയായിരുന്നു. നമ്മുടെ കൂടെ വന്നതിൽ കുറച്ച് പേരൊക്കെ തന്നെയാണ് മെട്രോയിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മെട്രോ സ്റ്റേഷനിലൊക്കെ എത്തിയതിന് ശേഷം മെട്രോ ഒക്കെ വന്നപ്പോൾ എല്ലാവരും കയറി. പിന്നെ കുറേ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കാലത്ത് തന്നെയല്ല, പിന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിലധികം ഉണ്ടായിരുന്നത് ജോലിക്കാരായിരുന്നു. അപ്പം അങ്ങനെ നമുക്കിതിലൊന്നും കയറിയിട്ട് നമ്മൾ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട് എന്നല്ലാണ്ട് മെട്രോയിൽ കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി. പിന്നെ നമുക്ക് വേണ്ടി നമ്മളൊരു ദിവസം കണ്ടെത്തി എന്ന് എല്ലാവരും പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പണിയും ഓരോ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉള്ള എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷേ ഒരു ദിവസം എല്ലാം മറന്ന് ഞങ്ങൾ സന്തോഷിച്ചു. നല്ല അടിപൊളി ഒരു ടൂർ തന്നെയായിരുന്നു. പിന്നെ ആരുടെയും ഒരുവിധം പേരൊന്നും മക്കളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2-3 ചേച്ചിമാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചെറിയ മക്കളല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. അതിന് ശേഷം പിന്നെ നമ്മൾ അത്ര നേരമൊന്നും മെട്രോയിൽ ഇരിക്കാനായിട്ട് പറ്റിയില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ എടപ്പള്ളിയിലെത്തിയതും നമ്മളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ അവിടെ നിന്ന് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയവർക്കൊക്കെ അറിയാം അവിടെ തന്നെയല്ലേ ലുലു. അപ്പം അങ്ങനെ നേരെ ഞങ്ങൾ ലുലുവിൽ കയറി. അപ്പം അങ്ങനെ ലുലുവിൽ പോകണോ പാലസിൽ പോകണോ എന്നുള്ള തീരുമാനത്തിലായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു നമുക്ക് ലുലുവിൽ കയറാമെന്ന്. പിന്നെ അധികം നമ്മളവിടുത്തെ സെക്ഷനിലൊന്നും കയറിയില്ല. ഫുഡിൻ്റെ സെക്ഷനിൽ കയറിയിട്ട് അന്ന് ഓഫർ ഉണ്ടായിരുന്നു. അത് കാരണം കുറേ ജ്യൂസും പിന്നെ കേക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കുറേ പേരൊക്കെ. അത് കഴിഞ്ഞിട്ട് എടപ്പള്ളിയിലുള്ള അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഏതാണ്ട് ഒരു 12:30 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, കൈ കഴുകാനും പിന്നെ ബാത്റൂമിൽ പോകേണ്ടവർക്ക് പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരമൊക്കെ കുറേ പേരൊക്കെ വണ്ടിയിലിരുന്നു, കുറേ പേരൊക്കെ പള്ളിയുടെ ഉള്ളിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പിന്നെ ബോട്ടിങ്ങിനാണ് പോകുന്നത്. ബോട്ടിങ് എന്ന് വെച്ചാൽ വാട്ടർ മെട്രോയിൽ കയറാനാണ് പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വാട്ടർ മെട്രോ ഉണ്ടെന്ന് പറഞ്ഞു. ഒരാൾക്ക് 40 രൂപയാണ് വന്നത്, മെട്രോയിൽ 40 രൂപ തന്നെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും വാട്ടർ മെട്രോയിൽ മാത്രം നമുക്ക് കുറച്ച് സമയം പോയി കിട്ടി. എന്താണെന്ന് വെച്ചാൽ നമ്മളോട് പോർട്ട് കൊച്ചിയിൽ വന്നിട്ട് ഇറങ്ങാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കാരണം പിന്നെ അവിടേക്കുള്ള മെട്രോ വരുമ്പോൾ ഇത്തിരി നേരം വൈകും. അപ്പോൾ നിങ്ങളവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ കാരണം ഒരു അരമണിക്കൂർ ഞങ്ങളവിടെ സമയം പോയി. എന്നിട്ട് പിന്നെ മെട്രോ വന്നപ്പോൾ നമ്മളതിൽ കയറി. നല്ല അടിപൊളി ഒരു എന്താ പറയുക സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സന്തോഷമുള്ള സമയം തന്നെയായിരുന്നു. നല്ല കളിയും ചിരിയും നല്ല ഒരു അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു. പിന്നെ നല്ല ചില്ലൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് തന്നെ വെള്ളമുള്ള പോലെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തോന്നും. നല്ല അടിപൊളി ഒരു എന്താ പറയുക നമുക്ക് നല്ല എല്ലാം കൊണ്ടും നല്ല സന്തോഷമുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വാവച്ചീനെ വിളിച്ചതാണ്. പക്ഷെ അവൾ പറഞ്ഞു അവളില്ല, ഞാൻ വരുന്നില്ല അമ്മ എന്ന് പറഞ്ഞു. അവൾ എൻ്റെ കൂടെ വന്നില്ല. ഞാൻ വിളിച്ചു വന്നോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരുവിധം പേരൊന്നും ഇതിൽ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് വരെ കുറേ പേര് ചോദിച്ചു നല്ല ഭംഗിയുണ്ടല്ലോ വെള്ളത്തിൻ്റെ ഇതൊക്കെയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് വാട്ടർ മെട്രോയിൽ കയറിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ നല്ല ഒരു സന്തോഷമുള്ളൊരു ടൂറായിരുന്നു. അപ്പോൾ നിങ്ങളിതുപോലെ പോകണം, നമുക്ക് വേണ്ടി നമ്മളും കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കണം. ഇപ്പോഴാണ് ഞങ്ങൾക്കത് തോന്നിയത്. പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. ആരും പോകണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരോടും വിളിച്ച് ചോദിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്നെ മുൻകൈ എടുത്തിട്ട് തന്നെയാണ് എല്ലാവരേനെയും ഇതാക്കിയിട്ട് അങ്ങനെ പോയത്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതുപോലെ നമുക്കിനി ഇടയ്ക്ക് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വാട്ടർ മെട്രോയിലോ എന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ജങ്കാറിൽ കയറി
കയറിയിട്ടാണ് ഇത് അതിലും വലിയൊരു അത്ഭുതമുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. അപ്പം അങ്ങനെ നമുക്ക് എന്താ പറയുക, വണ്ടികളൊക്കെ ബസ്, ലോറി, എല്ലാ വണ്ടികളും ഇതിൽ കയറ്റിയിട്ട് അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് കൊണ്ടുവരും. ഇവിടുത്തെ ഓട്ടോ അങ്ങനത്തെ എല്ലാ വണ്ടികളും അതിൽ കയറ്റിയിട്ട് ആൾക്കാരേനും കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഇതിന് ഒരാൾക്ക് 3 രൂപയാണ് ടിക്കറ്റിന് വന്നത്. അപ്പം അങ്ങനെ അതിലൊക്കെ കയറിയപ്പോഴും ഇത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. അപ്പം അങ്ങനെ ഇതിലെല്ലാവരും നമ്മളെല്ലാവരും പിന്നെ വണ്ടികളും നിങ്ങൾക്ക് കാണാം എല്ലാം കൂടിയിട്ട് അങ്ങനെ കയറ്റിയിട്ട് പോകുമ്പോഴേ ചെറിയൊരു പേടിയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിൽ കയറിയിട്ട് പിന്നെ വണ്ടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ വണ്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയിൽ കയറിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വന്നത് ചെറായി ബീച്ച് കാണാനാണ്. അവിടെ എത്തുമ്പോഴേക്കും ഏതാണ്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും കുറച്ച് വൈകിപ്പോയി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറാനായിട്ട് കുറച്ച് സമയം പിടിച്ചുല്ലോ. അത് കാരണം കയറാനായിട്ട് ഇവിടെ ബീച്ചിലെത്താനായിട്ട് ഇത്തിരി വൈകിപ്പോയി. എന്നാലും സാരില്ല, എന്നാലും ഞങ്ങൾ ഉള്ള നേരം നല്ലോണം അവിടെ എൻജോയ് ചെയ്തു. അപ്പോൾ കുറേ പേരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി, കുറേ പേരൊന്നും ഇറങ്ങിയില്ല. എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സൊന്നും മാറാനായിട്ട് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ പേരൊക്കെ ഡ്രസ്സ് മാറാനായിട്ട് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരുവിധം, ഞാൻ പറഞ്ഞില്ലേ, ഒരുവിധം സമയത്തൊന്നും നമുക്ക് അത്ര കളിക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ സ്കൂളിലെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും അത്ര ഇറങ്ങിയില്ല, കാല് മാത്രം ഒന്ന് നനച്ചുള്ളൂ, പിന്നെ അത്രയ്ക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഞാൻ ഇതന്നെ പറയണ്ടായിരുന്നത്, നല്ലൊരു അനുഭവമാണ്. അപ്പം നിങ്ങളും പറ്റുകയാണെങ്കിൽ പോകണം. ഇതുപോലെ വലിയ വലിയ സ്ഥലങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, പക്ഷേ നമുക്ക് പോകാൻ പറ്റും, നമുക്ക് അവിടെ സന്തോഷം കണ്ടെത്താൻ പറ്റും എന്നുള്ളിടത്തേക്കൊക്കെ നമ്മൾ പോകണം. പിന്നെ വലിയ കുറേ കാശ് ചിലവാക്കിയിട്ടും നമുക്ക് പോകാനായിട്ടൊന്നും പറ്റില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്, പിന്നെ ഇതിലുള്ളവരൊക്കെ എല്ലാവർക്കും കാലത്ത് പോയിട്ട് വൈകുന്നേരത്ത് വരാനുള്ള തയ്യാറുള്ളവരായിരുന്നു. 2 ദിവസത്തെ ടൂറിനൊന്നും ആർക്കും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരും പ്രാരാബ്ദങ്ങളും എല്ലാം ഉള്ള ആൾക്കാരായിരുന്നു. അത് കാരണം ഞങ്ങൾ കാലത്ത് പോയി വൈകിട്ട് ഒരു 10:30 ആയപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഒരുവിധം ഇരുട്ടായപ്പോൾ ഞങ്ങൾ അവിടുന്ന് വണ്ടിയിൽ കയറിയിട്ട് നല്ല അടിപൊളി ഡാൻസായിരുന്നു. അപ്പോൾ കാലത്ത് പോകുമ്പോഴും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് വരുമ്പോഴേ നമ്മുടെ ടൂറ് കഴിയല്ലേ, നമ്മളിനി എന്നാ, അപ്പോൾ എല്ലാവരും തന്നെയായിരുന്നു പറയുണ്ടായിരുന്നത്, നമുക്ക് ഇനിയും പോകണം ടൂറ്, നമുക്ക് ഇത് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, ഇനി നമുക്ക് പോകണം ടൂറ് തന്നെയായിരുന്നു എല്ലാവരും പറയുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ നമുക്ക് അടുത്തുള്ള വല്ല സ്ഥലങ്ങളിലൊക്കെ പോയി വരാം, അകലേക്കൊന്നും നമുക്ക് പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും പ്രാരാബ്ദവും കാര്യങ്ങളും ഉള്ളവരാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ടൂറായിരുന്നു. പക്ഷേ പിന്നെ എല്ലാവർക്കും ഒരുവിധ ക്ഷീണം വയ്യായി ഒക്കെ ഉണ്ടായി. ഇതൊക്കെ അല്ലായിരുന്നു ഡാൻസ്. അപ്പം അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഒരുവിധം കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് ആവശ്യമുള്ളവരൊക്കെ കുറേ പേരൊക്കെ ഭക്ഷണം കഴിച്ചു, കുറേ പേരൊന്നും കഴിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്കൊക്കെ ഈ നടത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ വയ്യായിരുന്നു, തണുപ്പൊക്കെ അടിച്ചിട്ട്. കുറേ പേർക്കൊന്നും അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കൂടെയുള്ള കുറേ ചേച്ചിമാരൊക്കെ ഇത്തിരി പ്രായമുള്ളവരും പിന്നെ കുറേ പേരൊക്കെ ചെറുപ്പക്കാർ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഡാൻസും കാര്യങ്ങളൊക്കെ ഒരുവിധമായി എത്തിയപ്പോൾ കുട്ടികൾ, ഞാൻ പറഞ്ഞില്ല 2-3 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിശപ്പും കാര്യങ്ങളും ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നിർത്തണമെന്ന്. അപ്പം അങ്ങനെ രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു നേരം നമുക്ക് പുറത്തുനിന്ന് കഴിക്കണ്ടേ. അപ്പം അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ നിർത്തിയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി. അപ്പോഴേക്കും എല്ലാവരും വയ്യാണ്ടായിട്ട് കിടന്നു. അപ്പം നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.